one of the most repeated NEET PYQ on the screen, and the question is the shared terminal duct of the reproductive and urinary system in the human male is. Here we have four options: urethra, ureter, vas deferens and vasa efferentia. So നമുക്ക് each and every option detail ആയിട്ട് നോക്കാം. So last ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓപ്ഷൻ ടി vasa efferentia. നോക്കാം, വാസ ഇഫറൻഷ്യ റിപ്രൊഡക്ഷന്റെ ഒരു പാർട്ടാണ് നമുക്കറിയാം. മെയിൽ ഓർഗന്റെ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ് വാസ ഇഫറൻഷ്യ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് വാസ ഇഫറൻഷ്യ ഈ ഹെൽപ് ഇൻ എന്താണ് സ്പേം ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ സ്പേം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ വാസ ഇഫറൻഷ്യ. ആൻഡ് വാസ് ഡിഫറൻസ് അഗെയിൻ സെയിം റീസൺ തന്നെയാണ്, എന്താണ് സ്പേം ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യുന്നത് സ്പേം ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. And ureter only help in urinary system. ഇത് യൂറിനറി സിസ്റ്റത്തിൽ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് എന്താണ് റിപ്രൊഡക്ഷനിൽ അവർക്ക് വലിയ റോളും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല അല്ലേ. ദെൻ ലാസ്റ്റ് നമ്മുടെ യുറേത്രയാണ്. ലാസ്റ്റ് അല്ല, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ്, മിസ് ലാസ്റ്റ് പറയുന്നതാണ്. ഓക്കെ, യുറേത്ര എന്താണ് ബോത്ത് ഇൻ റിപ്രൊഡക്റ്റീവ് ആൻഡ് യൂറിനറി സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, ഇറ്റ് ഈസ് എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം ദി യൂറിനറി ബ്ലാഡർ ടു ദി പെനീസ് ആണല്ലേ. അപ്പൊ യൂറിനറി ബ്ലാഡറിൽ നിന്ന് പെനീസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് യുറേത്ര എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ട്രാൻസ്പോർട്ട് ദി സെമൻ. ഓക്കെ, അപ്പോ റിപ്രൊഡക്ഷനിലെ ഏറ്റവും വലിയ റോൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെമൻ ട്രാൻസ്പോർട്ടേഷൻ. ആൻഡ് യൂറിനറി സിസ്റ്റത്തിലാണെങ്കിലോ യൂറിൻ, ഓക്കെ, യൂറിൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് യുറേത്ര. So option A is the right answer of this question. Okay.